എസ് കോന്തനാട്ടും ഭരതനും പി എൻ മേനോനും ആർ കെ ശേഖർ, എസ് രാധാകൃഷ്ണൻ തുടങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള ആർട്ട് ഡയറക്ടർമാരുടെ ഒരു നിര നമുക്ക് പഴയ കാലത്തുണ്ടായിരുന്നു. അതിനുശേഷം പുതിയ ഒരു സംഘം വന്നു. അത് സാബു സിറിൽ തുടങ്ങിയവരുടെ ഒരു കാലഘട്ടം ഉണ്ടായി. അത് കഴിഞ്ഞ് വന്ന ചെറുപ്പക്കാരായ ആർട്ട് ഡയറക്ടേഴ്സ്, ഇപ്പോൾ അവരുടെ കയ്യിലാണ് മലയാള സിനിമ. ആ ആർട്ട് ഡയറക്ടേഴ്സിൻ്റെ ശ്രേണിയിൽ ഒരു ആദ്യത്തെ ആൾ, പയനിയർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആളാണ് ജോസഫ് നെല്ലിക്കൽ. ജോസഫ് നെല്ലിക്കലാണ് ഇന്ന് നമ്മളുടെ അതിഥി. അദ്ദേഹത്തോട് നമുക്ക് കലാസംവിധാനത്തിൻ്റെ വഴികളെക്കുറിച്ച് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ജോസഫിനെ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന ആളുകളെല്ലാവരും ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, ഒരുപാട് നടികളെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തതാണ് എൻ്റെ വലിയ നേട്ടം. അപ്പോൾ ഞാൻ ഒരു ദേഷ്യത്തോടും വാശിയോടും കൂടിയിട്ട് ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്, അതിനേക്കാൾ കൂടുതൽ ടെക്നീഷ്യൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതാരും ഒരു സ്ഥലത്തും മെൻഷൻ ചെയ്യാറില്ല എന്ന് ഞാൻ പറയാറുണ്ട്, പരിഭവത്തോടു കൂടി പറയാറുണ്ട്. ഞാൻ പരിചയപ്പെടുത്തിയ ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാവുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ കലാസംവിധാന രംഗത്ത് ഞാനാണ് ജോസഫിൻ്റെ ആദ്യ സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത് പിന്നീട് എനിക്ക് അഭിമാനം ഉണ്ടാക്കിയ കാര്യമാണ്. മീശ മാധവനായിരുന്നു ആദ്യത്തെ സിനിമ. തീർച്ചയായിട്ടും. ഞാൻ ലാലട്ടും വർക്ക് ചെയ്യുന്നത്, രണ്ടാം ഭാവത്തിലാണ് ലാലട്ടും വർക്ക് ചെയ്യുന്നത്. മുത്തുരാജായിരുന്നു അതിൻ്റെ ആർട്ട് ഡയറക്ടർ. അതിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ വർക്ക് ചെയ്തത്. ത്രൂ ഔട്ട് ഒരു വർഷം ലാലട്ടും എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അന്ന് വർക്ക് ചെയ്തൊരു രീതി കണ്ടിട്ടാകണം എനിക്ക് തോന്നുന്നു, എൻ്റെ അമ്മ മരിച്ച സമയത്ത് ഞാൻ ചെന്നൈയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ ലാലട്ടൻ പറഞ്ഞോടാ അടുത്ത പടത്തിൽ നീയാണ് എൻ്റെ ആർട്ട് ഡയറക്ടർ. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ പെട്ടെന്ന് ഒരു ആർട്ട് ഡയറക്ടർ ആകുന്ന പറഞ്ഞാൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സാധിക്കാത്ത ഒന്നാണ്. ഒരുപാട് സിനിമകളിൽ അസിസ്റ്റൻ്റ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് മലയാള സിനിമയിൽ ആർട്ട് ഡയറക്ടർ ഒരു അവസരം കിട്ടത്തുള്ളൂ. മീശ മാധവൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് മുൻപ് എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള വരവ്? ആക്ച്വലി ഞാൻ പഠിച്ചതെല്ലാം ഹോട്ടൽ മാനേജ്മെൻറ്റാണ്. യാദൃശ്യമായിട്ടാണ് സിനിമയിലേക്ക് വന്നത്. കാരണം ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന അതിൽ പഠിച്ചതിന് ശേഷം എറണാകുളം താജിൽ വർക്ക് ചെയ്യേണ്ടിയിരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ സമയത്ത് എറണാകുളത്ത് രാജൻ പോൾ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അഡ്വർടൈസിങ് ഫീൽഡാണത്. ഞാനത് വരയ്ക്കുകയും കുറേ സമയമൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നതുകൊണ്ട് പുള്ളിയൊപ്പം ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തുകൊണ്ട് പുള്ളിയൊപ്പം ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഒരു സ്റ്റുഡിയോക്കകത്ത് നിന്നുകൊണ്ട് കലാസംവിധാനം എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചത് അവിടെ വെച്ചിട്ടാണ്. പിന്നീട് അവിടെ നിന്നുകൊണ്ട് കുറച്ച് ആദ്യമായിട്ട് പരസ്യചിത്രങ്ങൾ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എറണാകുളത്ത് ഒരു കോട്ടൺ മേരി എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോളിവുഡിൽ നിന്നും ഒരു ഇസ്മയിൽ മർച്ചൻ്റ് ആൻഡ് ജെയിംസ് അവറി ടീംസ് വന്നു. അവർക്ക് കുറച്ച് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ബയോഡാറ്റ കൊടുത്തു. അവർക്ക് ആദ്യം പറഞ്ഞ ഒരു ആൾക്കാരെ എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ബയോഡാറ്റ കണ്ടിട്ടാവണം അവർ പിന്നീട് എന്നെ വിളിച്ചു. അങ്ങനെ ആദ്യമായിട്ട് സിനിമയിൽ ഞാൻ ചെയ്യുന്നത് ഒരു ഹോളിവുഡ് പിക്ചറിലൂടെ അസോസിയേറ്റ് വർക്ക് ചെയ്യായിരുന്നു ചെയ്തത്. പിന്നീട് ആണ് രണ്ടാം ഭാഗത്തിൽ വർക്ക് ചെയ്തത്. അതിനുമുമ്പ് ഒരു ഒളിമ്പ്യൻ നന്ദുനാഥത്തിൽ ഞാൻ മുത്തുരാജ് സാറിൻ്റെ ഒപ്പം അസിസ്റ്റൻ്റ് വർക്ക് ചെയ്തു. 2 ഫിലിമിൽ അസിസ്റ്റൻ്റ് വർക്ക് ചെയ്തു. 3ാമത്തെ സിനിമ തീർച്ചയായിട്ടും ലാലേട്ടനൊപ്പമുള്ള മീശോധനായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കരിമിഴിക്കുരുവിയെ കണ്ടില്ല എന്നുള്ള പാട്ട് എടുക്കാൻ പോകുമ്പോൾ അതിന് ഡാൻസ് മാസ്റ്റർ ഒന്നുമില്ല. അതിന് ചെന്നപ്പോൾ ആ കരുവേലങ്കാടാണ്, ഒരു എല്ലാം ഉണങ്ങിയ മരങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള സ്ഥലം. ഒരു പാട്ട് തുടങ്ങുകയാണ്. ആ പാട്ട് എങ്ങനെ തുടങ്ങണം എന്നറിയാണ്ട് ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നല്ല പാട്ടാണ്, എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞാൻ ജോസഫിനോട് പറയുന്നത്, ഈ കാവ്യ ഓടി വരുന്നത് പോലെ ആവാം, ദിലീപ് അവിടെ ഓൾറെഡി ഉണ്ടാവാം എന്നൊക്കെ കരുതി. ഈ ഓടി വരുന്നതിനൊരു പർപ്പസ് ഇല്ല, എന്തെങ്കിലും ഒന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് ജോസഫിനോട് പറഞ്ഞത്. ഞാൻ മുൻകൂട്ടി ഒന്നും പറഞ്ഞിരുന്നില്ല. എന്തെങ്കിലും അവളുടെ കയ്യിൽ കൊടുക്കാമോ, എന്തെങ്കിലും ഒന്ന് ഒരു അട്രാക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു പീസ് കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ജോസഫ് അവിടെ ഉണ്ടായിരുന്ന പുല്ലും ഇലയും ഒക്കെ വെച്ചിട്ട് ഒരു ബൊക്കെ ഉണ്ടാക്കി. ആ ബൊക്കെ ആ പാട്ടിൽ ഭയങ്കരമായിട്ട് ആളുകൾ നോട്ടീസ് ചെയ്ത ഒരു സാധനമായിരുന്നു. അതുപോലെ തന്നെ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്നുള്ള പാട്ടിൻ്റെ സമയത്ത് ജ്യോതിർമയ പാട്ടിൻ്റെ നടുവിലെ പോർഷനാണ് ആദ്യം ചെയ്തത്. ആ ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തിറങ്ങാൻ അവൾക്കൊരു മടി ഉണ്ടായപ്പോൾ എന്തോ ഒരു ഷോളൊക്കെ ഇട്ട് നോക്കി, പക്ഷെ അത് വൃത്തികേടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ആ പൂവ്, മേഫ്ലവർ വീണ് കിടന്നിരുന്ന മേഫ്ലവറിൻ്റെ ഇതളുകൊണ്ട് ചുവന്ന മാല ഉണ്ടാക്കിയത്. ആ മാല പിന്നെ ആ പാട്ടിൻ്റെ ഓപ്പണിങ്ങിൽ ദിലീപിൻ്റെ കഴുത്തിൽ കൊടുത്തു. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ എന്നെ സ്വന്തമാക്കും എന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിലിട്ടു.
അതൊരു മെയിൻ പ്രോപ്പർട്ടി ആയിട്ട് മാറി. ആ സിനിമയ്ക്ക് കിട്ടിയ ഭാഗ്യവും അത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ ക്യൂട്ടായിട്ടും അട്രാക്റ്റീവായിട്ട് വന്നതാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്ന ആൾ സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം. പരിസരത്ത് നിന്ന് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അറിയുന്ന ആളായിരിക്കണം. വെറുതെ കോട്ടകൊത്തളങ്ങൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല ആർട്ട് ഡയറക്ഷൻ. മീശമാധവന് ശേഷം ഇപ്പം എത്ര സിനിമകളായി? 36ഓളം സിനിമകൾ ചെയ്തു. 36 സിനിമകൾ. മീശമാധവന് ശേഷം ഞാൻ 6 പടം 7 പടം ചെയ്തിട്ടുള്ളതാണ്. 36 സിനിമകൾ ചെയ്തു. അതിൽ വലിയതും ചെറിയതുമായിട്ടുള്ള പല സിനിമകളുണ്ട്. ഏതായിരിക്കും ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയിൽ വെല്ലുവിളി തന്നിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര അംഗീകാരങ്ങൾ തന്നിട്ടുള്ള മീശമാധവന് ശേഷമുള്ള സിനിമകൾ? എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നരൻ എന്നുള്ള സിനിമയിൽ എനിക്ക് കുറച്ച് ക്രിട്ടിക്കൽ സംഭവമായിരുന്നു. കാരണം അതിനകത്ത് ഒരു കുത്തി ഒഴുകുന്ന പുഴയും അതിനകത്ത് ലാലേട്ടൻ തടി പിടിക്കുന്ന രംഗങ്ങളും അതെല്ലാം ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്കും ഒരു ആർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അതുമായിരുന്നു സത്യത്തിൽ എനിക്ക് നരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമായിരുന്നു. ഈ പിന്നീട് ഈ വലിയ സെറ്റുകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്താ പറയുക, ഒരുപാട് കാർപ്പൻറ്റേഴ്സിനെയൊക്കെ ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ 2020 എന്നുള്ള സിനിമയിൽ കൂടുതൽ സെറ്റുകളായിരുന്നു. അതിനകത്ത് കോടതികളാണെങ്കിലും അല്ലെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും താമസിക്കുന്ന ഫ്ലാറ്റുകൾ, പിന്നെ അതിൻ്റെ സോങ് സെറ്റ്, ഇതൊക്കെ എല്ലാം കൂടുതൽ വർക്കേഴ്സിനെ നിർത്തിക്കൊണ്ടുള്ള സെറ്റ് വർക്കായിരുന്നു. അപ്പോൾ അതിനുള്ള വർക്കേഴ്സിനൊക്കെ എവിടെ നിന്നാണ്? ശരിക്കും അത് വർക്കേഴ്സ് വരുന്നത് കൂടുതലും മദ്രാസ് വരുന്നത്. കാരണം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം വർക്കേഴ്സിൽ ഏറ്റവും നല്ല നല്ല വർക്കേഴ്സുള്ളത് മദ്രാസിലെ കാർപ്പൻറ്റേഴ്സാണ്. പിന്നെ ബോംബെയിലുണ്ട്, പക്ഷെ അത് കൂടുതലും നോർത്ത് ഇന്ത്യൻ ഫിലിംസിന് വേണ്ടി പോകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിളിക്കാൻ ഏറ്റവും സൗകര്യം നമ്മുടെ മദ്രാസ് കാർപ്പൻറ്റേഴ്സ്. അവിടെ നമുക്ക് കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, മോൾഡേഴ്സ് ഉണ്ട്, പെയിൻറ്റേഴ്സ് ഉണ്ട്. ഓരോ കാറ്റഗറീസാണ്. അവർക്ക് അവരുടേതായ യൂണിയൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ വരുന്നത് ഒരു കാർപ്പൻറ്റർക്ക് ഒരു ഹെൽപ്പർ കൂടെ ഉണ്ടാകും. 4 പേരിൽ കൂടിക്കഴിഞ്ഞാൽ ഒരു മേസ്ത്രി ഉണ്ടാകും. ഇതിൻ്റെ രസകരമായ സംഭവം വെച്ചാൽ നമ്മളിവിടെ വെക്കുന്ന മേസ്ത്രി എന്ന് പറയുന്നത് ചിലപ്പോൾ വർക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല. പക്ഷേ ഇത് വർക്ക് ചെയ്യാൻ അറിയുന്ന ആളാണ് വരുന്നത്. പക്ഷേ അയാൾക്ക് ചുറ്റിയെടുത്ത് അടിക്കാൻ പാടില്ല. ചുറ്റിയെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ അയാൾ പെനാൽറ്റി അടിക്കണം. കാരണം കാർപ്പൻറ്ററുടെ ജോലിയാണ് മേസ്ത്രിയുടെ ജോലിയല്ല എന്ന് പറയുന്നത്. പക്ഷേ അയാൾ ഏറ്റവും നല്ല പണിക്കാരനായിരിക്കും. പക്ഷെ ചുറ്റിയോ തൊടാൻ പാടില്ല പുള്ളി. അങ്ങനെ കുറേ രസകരമായ കാര്യങ്ങൾ ഇതിലുണ്ട്.